ഭാരതീയ ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വന്നേക്കുന്ന ഒരു 6 അയില റെസിപ്പിയാണ്. അടിപൊളിയാണ്. കാര്യം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 അയിലയ്ക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വരയുന്ന സമയത്ത് നമ്മളിതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല പെരിഞ്ജീരകത്തിൻ്റെ പൗഡർ, പിന്നെ ഉപ്പ്, പിന്നെ അതിനകത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് അത് നല്ലോണം കുഴച്ച് ഈ പരുവത്തിലാക്കി ഇച്ചിരി വാളംപുള്ളി വിഴിഞ്ഞതുകൂടെ അതിനകത്തോട്ട് അങ്ങ് ചേർത്ത് അങ്ങോട്ട് പെരട്ടി അങ്ങോട്ട് നല്ല മിക്സ് ചെയ്യണം. എന്നിട്ട് ഈ അയില കഷ്ണങ്ങൾ അങ്ങോട്ട് അതിനകത്തോട്ട് ഇടണം. വരയണം കേട്ടോ. അയില വരയുന്ന ഈ മസാല വരട്ടുന്ന സമയത്ത് നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം, പിന്നെ ഷെയറും ചെയ്യണം, ലൈക്കും ചെയ്യണം കേട്ടോ. അത് ചിലവില്ലാത്തൊരു ഉപകാരമാണ്. എന്നിട്ട് ഈ ബോളിനകത്തിരിക്കുന്ന സാധനം എടുത്താണ്ട് കുക്കറിനകത്ത് കുറച്ച് നല്ല വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച്, എന്നിട്ടില്ല ചുമന്നുള്ളി അരിഞ്ഞത് കുറച്ച് മാത്രമല്ല മതിരിച്ചു പോവും. അപ്പോൾ ഇത്രയും ഒരു 6 അയിലേക്ക് ഇത്രയും ചുമന്നുള്ളി അങ്ങോട്ട് വഴറ്റിയിട്ട് കുറച്ച് ഇഞ്ചി പേസ്റ്റും, പിന്നെ നമ്മുടെ വെളുത്തുള്ളി പേസ്റ്റും, പിന്നെ മുളക് വട്ടത്തിലോട്ട് അരിഞ്ഞ് അതിനകത്തോട്ട് അങ്ങിടുക. എന്നിട്ട് കുറച്ച് തക്കാളി എടുത്ത് അതിനകത്തോട്ട് അങ്ങിടുക. എന്നിട്ട് നല്ലോണം അങ്ങ് വഴറ്റണം കേട്ടോ. ഇത് വഴറ്റി വരുമ്പോഴത്തേന് കുറച്ച് ഈ നമ്മുടെ ഈ മുളക് പൊടി ഉണ്ടല്ലോ, നമ്മുടെ മസാല അതുകൂടെ അങ്ങോട്ട് ഇട്ട് നല്ലോണം അങ്ങോട്ട് വഴറ്റി നല്ല മണം വരും ആ സമയത്ത്. എന്നിട്ട് ഈ അയില എടുത്ത് അതിൻ്റെ പുറത്തോട്ട് വെക്കണം. അയില പുരട്ടിയ മസാലയാണെങ്കിൽ നേരത്തെ കുറച്ച് ബാക്കി ഇരുന്നതാണ് നമ്മൾ ഇട്ടത്. ഇനി അയിലയും കൂടെ അതിൻ്റെ പുറത്തെ മസാല പിടിച്ച അയിലയുടെ മേളിലോട്ട് വെച്ചിട്ട് കുക്കറിനകത്ത് 2 വിസിൽ അല്ലെങ്കിൽ 3 വിസിൽ, 4ാമത്തെ വിസിൽ അടിച്ചാൽ അത് പച്ചവെള്ളം പോലെ ആയി പോവും. അതുകൊണ്ട് എന്നിട്ട് അത് തുറന്നങ്ങോട്ട് വെച്ചാലുണ്ടല്ലോ, എൻ്റെ പൊന്നു എന്തൊരു മണമാണ്. ഇനി അത് ചട്ടകത്തിനകത്തോട്ടങ്ങ് കോരിയിട്ട് നല്ല ചൂട് ചോറോ അല്ലെങ്കിൽ ചൂട് പൊറോട്ടയോ ചപ്പാത്തിയോ അതിൻ്റെ കൂടെ അങ്ങോട്ട് പിച്ചിപ്പറിച്ച് അങ്ങോട്ട് തിന്നണം കേട്ടോ. ഇനി അടുത്ത വീഡിയോ വരുന്നിടം വരെ നന്ദി, നമസ്കാരം. പിന്നെ അടുത്ത പുതിയ വെറൈറ്റി റെസിപ്പി കൊണ്ട് നിങ്ങൾ ചെയ്തു നോക്കണം കേട്ടോ. തീർച്ചയായിട്ടും ചെയ്യണം. അടുത്ത റെസിപ്പി കാണുന്നിടം വരെ നന്ദി, നമസ്കാരം. ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യണേ.